ഇത്തവണത്തെ വിഷു കളറാക്കാൻ തിയേറ്ററിൽ സിനിമകളുടെ കൂട്ട റിലീസ്. മലയാളത്തിലെ പുതിയ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ മോഹൻലാൽ ചിത്രം എമ്പുരാനെ സംബന്ധിച്ച ഇത് സീസണിലെ ഫ്രീ റൺ ലഭിക്കുന്ന അവസാന ദിവസമാണ്. കാരണം മലയാളത്തിലെ വിഷു റിലീസുകൾ നാളെ മുതൽ പ്രദർശനം ആരംഭിക്കുകയാണ്. ഏറെ പ്രതീക്ഷയോടെയാണ് സിനിമാ പ്രേമികൾ ഈ വിഷുവിനെ ഉറ്റുനോക്കുന്നത്. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒപ്പം മറുഭാഷകളിലെ ഫെസ്റ്റിവൽ സീസണുകളും എത്തുന്നുണ്ട്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിയുടെ ബസൂക്ക, നെസ്ലൻ നായകനാകുന്ന ആലപ്പുഴ ജിംഖാന, ബേസിൽ ജോസഫിന്റെ മരണമാസി എന്നിവയാണ് വിഷു റിലീസുകളായി എത്തുന്നത്. നാളെയാണ് 3 ചിത്രങ്ങളുടെ റിലീസ്. ഇതേ ദിവസം തന്നെയാണ് അജിത് കുമാർ നായകനാകുന്ന തമിഴ് ചിത്രം ഗുഡ് ബാഡ് അഗ്ലി, സണ്ണി ഡിയോൾ നായകനാകുന്ന ഹിന്ദി ചിത്രം ജാഡ് എന്നിവയും എത്തുന്നത്. ഇപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് സിനിമ ആദ്യം കാണണമെന്ന്. അതേസമയം മാർച്ച് അവസാന വാരം തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ എമ്പുരാൻ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയക്കുതിപ്പ് തുടരുമ്പോഴാണ് ഈ ചിത്രങ്ങൾ കൂടി മത്സരത്തിന് എത്തുന്നത്. ഒപ്പം 3 പുതുപുത്തൻ ചിത്രങ്ങൾ OTTയിലേക്കും എത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലും കേരളത്തിൽ നിന്നും എമ്പുരാൻ നേടിയത് 1 കോടിയിലേറെ രൂപയാണ്. ഇതുവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിൽ എമ്പുരാൻ 50 ലക്ഷം പിന്നിട്ടു എന്നാണ് പറയുന്നത്. അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 250 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 80 കോടി പിന്നിടുന്ന 3ാമത്തെ ചിത്രമായി മാറിയിരുന്നു. ഇന്നലെ പുറത്തെത്തിയ കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരളത്തിലെ ഷെയർ മാത്രം 36 കോടി രൂപ വരും. വിവിധ കണക്കുകൾ പ്രകാരം ചിത്രം ഇതുവരെ നേടിയ ആഗോള കളക്ഷൻ 257 കോടിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ 116 കോടിയും വിദേശ ഗ്രോസ് 140 കോടിയുമാണ്. വിഷു റിലീസുകൾ എത്തുന്നതോടെ ചിത്രത്തിന്റെ കളക്ഷനെ ബാധിക്കുമോ എന്നുള്ള ആകാംക്ഷയാണ് ഇപ്പോൾ പ്രേക്ഷകർക്കുള്ളത്. എന്തായാലും വിഷു റിലീസുകൾക്ക് ലഭിക്കുന്ന പ്രേക്ഷക അഭിപ്രായങ്ങളും ബോക്സ് ഓഫീസിൽ എമ്പുരാന്റെ മുന്നോട്ടുപോക്കിനെ കാര്യമായി സ്വാധീനിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.